എല്ലാരും ചോദിക്കണം നിങ്ങൾക്ക് ഈ മൂന്നാർ പോയി മടുത്തില്ലേന്ന്. പക്ഷെ എല്ലാരും പോണ മൂന്നാറിലേക്കല്ലോ ഞങ്ങൾ പോവാറ്. രാവിലെ 7:30 കൂടി ആലുവയിൽ ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോഴേ ചൂട് 31 ഡിഗ്രി ആയിരുന്നു. സാധാരണ 1 ലോട്ടറി എടുക്കുന്ന ഞങ്ങൾ ഇന്ന് 2 ലോട്ടറി എടുത്തിട്ടോ. എന്നത്തെയും പോലെ 2 അടിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. കോതമംഗലം തുടങ്ങി മൂന്നാറിലേക്കുള്ള വഴിയിലൊക്കെ റോഡ് പണി നടക്കാട്ടോ. നേരമംഗലം പാലത്തിന് പാരലായിട്ട് വേറൊരു പാലം കൂടി വരണുണ്ടാ. അതിനും ഈ ഒരു പ്രൗഢി ഉണ്ടായാൽ മതിയായിരുന്നു. റോഡ് പണി വെക്കേഷനും കൂടി ആയതുകൊണ്ട് ബ്ലോക്ക് ഒക്കെ പ്രതീക്ഷിച്ച് വന്നാൽ മതിട്ടോ. ഈ റോഡൊക്കെ സെറ്റായ പിന്നെ മൂന്നാറിലേക്കുള്ള യാത്ര വേറെ ലെവലായിരിക്കും. മൂന്നാറിലെ ഇപ്പോഴത്തെ താരം ഈ ജക്കാർത്ത മരങ്ങളാണ്. ഇതിങ്ങനെ വയലിറ്റ് നിറത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്. ഏകദേശം 11 മണിയോട് കൂടി തന്നെ ഞങ്ങൾ മൂന്നാറിലെത്തി. ആ ടൈമിൽ അവിടെ അധികം റെസ്റ്റോറന്റ് ഒന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഒരു ബ്രെഡ് ഓംലെറ്റിൽ ഉച്ചപ്പടക്കി വീണ്ടും യാത്ര തുടങ്ങി. ടോപ്പ് സ്റ്റേഷൻ റോഡിലേക്ക് കയറിയപ്പോഴാണ് മൂന്നാറിന്റെ വൈബ് കിട്ടി തുടങ്ങിയത്. തേയിലത്തോട്ടങ്ങൾക്കിടക്ക് ഫോട്ടോ എടുക്കുന്ന ടൂറിസ്റ്റുകളും കുതിരസവാരിക്ക് ഒരുങ്ങുന്നവരൊക്കെയായി ചെറിയൊരു തിരക്ക് കാണാം. ഓരോ സമയത്തും മൂന്നാർ ഓരോ പോലെയാട്ടോ. തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പൊക്കെയായിട്ട് മൂന്നാർ കൂടുതൽ സുന്ദരിയായിരുന്നു. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട്. മൂന്നാർ വരുമ്പോഴൊക്കെയും കാണുന്ന ഈ മഞ്ഞ കളർ ട്രാക്ടർ വേറെ എവിടെയും കാണാറില്ല. പൈൻ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലെത്തി. നിറമില്ലാതെ ഒഴുകി വരുന്ന വെള്ളം ഡാമിലെത്തുമ്പോൾ പച്ച കളർ ആകുന്നു. എന്താലേ. അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തപ്പോൾ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്തു. നോക്കിയപ്പോൾ ദേ 2 ഡിഗ്രി കുറഞ്ഞിട്ടുണ്ട്. പ്രകൃതിനെ മൊത്തം അറിയണമെങ്കിൽ ബൈക്കിൽ തന്നെ ട്രാവൽ ചെയ്യണം. തണുപ്പിനെ കൈകൊണ്ട് തൊട്ടറിഞ്ഞ് നമുക്കിങ്ങനെ പോകാം. ദേ ഈ കാണുന്നതാണ് എല്ലപ്പെട്ടി എന്ന അതിമനോഹരമായ ഗ്രാമം. ഈ ഗ്രാമത്തിനും ഈ ചായക്കടയ്ക്ക് ഒരു കഥ പറയാനുണ്ട് കേട്ടോ. അത് തിരിച്ചു വരുമ്പോൾ പറയാം. മേഘങ്ങൾ ദേ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെയില്ലേ. ദേവികുളം പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ മുതൽ റോഡ് മോശമായി തുടങ്ങി. ദേ നോക്കിയേ, ടെമ്പറേച്ചർ 2 ഡിഗ്രി കൂടി കുറഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ പാമ്പാട് ചോല ചെക്ക് പോസ്റ്റ് എത്തി. നമ്മുടെ സ്റ്റേയുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ നമ്മളെ കടത്തിവിടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 6 മണിക്കുള്ളിൽ തിരിച്ചെത്തണം. ഇനിയുള്ള 5 കിലോമീറ്റർ കാടാണെന്നും അവിടെ അങ്ങ് നിർത്തരുതെന്നും അവർ നിർദ്ദേശം തന്നിരുന്നു. ഈ പൈൻമരങ്ങൾക്കൊക്കെ എന്ത് പറ്റിയാവോ, വല്ല കാട്ടുതീ ഉണ്ടായതാവോ. വട്ടവടിയുടെ ഹൃദയഭാഗത്തോട് കൂടിയാട്ടോ പഴത്തോട്ടത്തിലേക്ക് പോകേണ്ടത്. റോഡ് വളരെ മോശമായിരുന്നു. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളിൽ വരുന്നതാവും നല്ലത്. വിശന്നു വലഞ്ഞ് ഞങ്ങളുടെ കൺമുന്നിൽ ഒരു കഞ്ഞിക്കട പ്രത്യക്ഷപ്പെട്ടു. ഒരു ചെറിയ സെറ്റപ്പ് ആട്ടോ. ചേട്ടന്റെ 2 കൈയിലും ബൗളിൽ കഞ്ഞിയുമായി നമുക്ക് മുന്നിലെത്തി. കൂടെ കൂട്ടാൻ വൻപയറും അച്ചാറും കൊണ്ടാട്ട മുളകും പപ്പടവും. ഓംലെറ്റ് ഇല്ലാണ്ട് എന്ത് കഞ്ഞി. മൊത്തത്തിൽ വിശപ്പിനൊരു ആശ്വാസമായി. വീണ്ടും യാത്ര തുടർന്നു. അധികം വീടുകളൊന്നും ഇല്ലാതെ കൃഷി സ്ഥലങ്ങളായിരുന്നു കൂടുതലും. ദാ ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാട്ടോ നമുക്ക് നമ്മുടെ സ്റ്റേയിലേക്ക് പോകേണ്ടത്. മൊത്തം കല്ലും പൊടിയും ഒക്കെയായി ഒരു ഓഫ് റോഡ് വൈബ്. മുന്നോട്ട് പോകുന്തോറും വഴിയുടെ വീതി കുറഞ്ഞു. വഴിയുടെ ഇരുവശത്തും പൊന്തക്കാടുകളും ഇലക്ട്രിക് ഫെൻസും കണ്ടു തുടങ്ങി. ഈ ഇലക്ട്രിക് ഫെൻസ് കണ്ടപ്പോൾ തന്നെ പേടി ഒരിത്തിരി കൂടി തുടങ്ങി. ശരിക്കും ഒരു കാടിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഫീല്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അതെ, ആന തന്നെ. കയറി ചെല്ലുന്നത് ആന നിൽക്കുന്ന കുന്നിലേക്കാണോ എന്നറിയാതെ ഞങ്ങൾ വണ്ടി മുന്നിലേക്ക് എടുത്തു. ഭാഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത്രയും മനോഹരമായി നമ്മുടെ സ്റ്റേയിലേക്ക് എത്തി. തൊട്ടു മുന്നിലെ മലയിൽ ആന ഉണ്ട് കേട്ടോ. താഴെ നിന്ന് നമ്മൾ കണ്ടത് 2 എണ്ണത്തിനെയാണെങ്കിലും ദാ ഇവിടെ വന്ന് നോക്കുമ്പോഴുണ്ട് 3 എണ്ണം. ദേ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയേ, 3ഉമല്ല, അടിയിലതേ ഒരു കുഞ്ഞൻ ആന കൂടി ഉണ്ട് കേട്ടോ. ഇന്നലെ ഈ മലയിൽ തന്നെ ജനിച്ചതാണെന്നാണ് ഇവിടുത്തെ വാച്ചർ ചേട്ടന്മാര് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൂരത്തിന് കാണുന്ന പോലെയല്ല. അവരുടെ ആവാസ വ്യവസ്ഥയിൽ ഇങ്ങനെ ഫ്രീ ആയി നടക്കണ അവരെ കാണാൻ ഒരു പ്രത്യേക ഗാംഭീര്യമാണ്. ഒരു ആനക്കുട്ടീനെയും കൂടി ഇങ്ങനെ പ്രതീക്ഷിക്കാതെ കണ്ടത് വലിയൊരു ഭാഗ്യമായി തോന്നി. ഇതാണ് പഴത്തോട്ടം ലോഗ് ഹൗസ്. ഒരു ഫ്രെയിം കോട്ടേജും ഒരു ലോഗ് ഹൗസും ഒരു ജംഗിൾ ടെന്റുമാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ജംഗിൾ ടെന്റ് ഒഴിച്ച് ബാക്കി 3നും കോമൺ ടോയ്ലറ്റ് ആണ്. ലോഗ് ഹൗസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഒരു ഫ്രൈഡേ ആയുണ്ടാ തോന്നണം. ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം തരക്കേടില്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 പേർക്ക് ഒരു ദിവസത്തേക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അടക്കം 3000 രൂപയാണ് വരുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ MunnarWildlife.com കയറിയാണ് ബുക്ക് ചെയ്യേണ്ടത്. അവിടെ എത്തിയിട്ട് ഞങ്ങളുടെ മെയിൻ പണി ആ കുഞ്ഞാനെ നോക്കിയിരിക്കലായിരുന്നു കേട്ടോ. അവൻ ഇങ്ങനെ ഇടക്ക് കിടക്കും, പിന്നെ കുറച്ചേരം എണീറ്റ് നിൽക്കും. നല്ല വെയിലുള്ളോണ്ട് അമ്മയുടെ തണലിൽ ചെന്ന് വീണ്ടും കിടക്കും. 5:30 ആയുള്ളൂ. ടെമ്പറേച്ചർ 18 ഡിഗ്രി ആയി. അപ്പോഴാണ് ചായ എത്തിയത്. എന്തൊരു ലക്ഷറി ആണല്ലേ. ചായ കുടിച്ചിട്ട് കാട്ടാരനെ കണ്ടിങ്ങനെ നിൽക്കാനും വേണം ഒരു ഭാഗ്യം. വേറെയും വിരുന്നുകാരുണ്ട് കേട്ടോ. പലതരത്തിലുള്ള കുഞ്ഞിക്കിളികൾ. ഇവിടെ റേഞ്ച് ഒന്നും ഇല്ലാട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ പ്രകൃതിയിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കാം. ചുറ്റും പച്ചയും മഞ്ഞയും നിറത്തിലുള്ള പുൽമേടും മലകളും. വെയിലൊന്നറിയപ്പോൾ കുറച്ചുകൂടി ഭംഗി പ്രകൃതിക്ക് കൈവന്നു. നമ്മുടെ ആനക്കുട്ടന്റെ ഉറക്കത്തിലാണ്. വാ വീട്ടിൽ പോവാന്ന് പറഞ്ഞാ തോന്നണ്. അമ്മ അവനെ വിളിച്ചെണീപ്പിച്ചു. ദേ പിന്നെയും കിടന്നുറങ്ങണു.
ഒറ്റയ്ക്ക് പുല്ല് തിന്നാൻ നോക്കിയിട്ട് നടക്കാത്തതിലുള്ള ദേഷ്യത്തിൽ ദേ അമ്മയുടെ അടുത്തേക്ക് നടക്കുന്നു. അമ്മ അവനെ കാലുകൊണ്ട് തട്ടാൻ പഠിപ്പിക്കുന്ന പോലെ തോന്നി. തോന്നൽ ശരിയായിരുന്നു. അവന്റെ അമ്മ ചെയ്ത പോലെ കാലുകൊണ്ട് തട്ടി പുല്ല് തിന്നാട്ടോ. പക്ഷെ തുമ്പിക്കൈ കൊണ്ട് പുല്ലെടുക്കാൻ പറ്റുന്നില്ല, വായ കൊണ്ട് കടിക്കാനാ നോക്കുന്നേ. അടുത്തതേ 2 കുരങ്ങന്മാർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. സമയം 6:20 ആയപ്പോ ദേ ടെമ്പറേച്ചർ 16 ഡിഗ്രി ആയി. പിന്നൊന്നും നോക്കിയില്ല, കൊണ്ടുവന്ന സെറ്റർ അങ്ങ് എടുത്തിട്ടു. ഈ നേരത്തെ ഇങ്ങനാണെ രാത്രി ഇനി എന്താവും ഈശ്വര. ഈ കാണുന്നത് ക്യാമ്പ് ഫയറിന് കത്തിക്കാനുള്ളതല്ല കേട്ടോ, ആന വരാതിരിക്കാനാണത്രേ. ദേ തൊട്ടപ്പുറത്ത് നോക്കിയപ്പോണ്ട് കുറെ കാട്ടുപോത്തുകൾ. കുറച്ചു നേരത്തിനുള്ളിൽ ടെമ്പറേച്ചർ പിന്നെയും 1 ഡിഗ്രി കൂടി കുറഞ്ഞു. സൂര്യൻ അസ്തമിക്കാനായപ്പോൾ വീട്ടിലേക്ക് ഓടുന്ന കേഴമാനയും കണ്ടു. അപ്പുറത്തെ മലയിൽ നിന്ന് ഉയരുന്നത് കാട്ടുതീയാണെന്ന് കരുതി ഒന്ന് പേടിച്ചു. വലിയ കാട്ടുതീ ഉണ്ടാകാതിരിക്കാൻ മനഃപൂർവ്വം കൺട്രോൾഡ് ഫയർ ഉണ്ടാക്കുക എന്നറിഞ്ഞപ്പോഴാട്ടോ ആശ്വാസായേ. ആദ്യമായിട്ടാണ് കേട്ടോ മലയുടെ മുകളിൽ നിന്നും ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കാണുന്നത്. ടെമ്പറേച്ചർ 14 ഡിഗ്രി ആയി. ചപ്പാത്തിയും മുട്ടക്കറിയുമായിരുന്നു ഇന്നത്തെ ഡിന്നർ. കൈവിറച്ചിട്ട് കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചപ്പോ ഒരാശ്വാസമായി. കുറച്ചു നേരം തീ കാഞ്ഞിട്ട് നോക്കിയപ്പോ 13 ഡിഗ്രി. തണുപ്പ് കൊണ്ട് വായെന്നൊക്കെ പുക വന്നു തുടങ്ങി. ഇവരിതേ ആന ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ രാത്രി മുഴുവൻ ഉറങ്ങാതിങ്ങനെ ഇരിക്കും ത്രേ. റൂമിലേക്ക് എത്തിയപ്പോഴേക്കും തണുപ്പ് അങ്ങനെ കൂടി വന്നു. ഒരു പാന്റിന്റെ മീതെ വേറൊരു പാന്റും സോക്സും ഒക്കെ ഇട്ടിട്ടും തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. നേരത്തെ കിടന്നോണ്ട് തന്നെ നേരത്തെ എണീറ്റു. 12 ഡിഗ്രി ആയിരുന്നു രാവിലത്തെ ടെമ്പറേച്ചർ. വെള്ളത്തിലൊക്കെ ഐസ് കട്ടിട്ട് വെച്ചിട്ടുണ്ടാവോ? വെയിലിങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങി. വെയിലടിച്ചപ്പോ എന്താ ഒരു സുഖം. പിന്നെ ഒരു ചിയേഴ്സ് പറഞ്ഞ് മോർണിംഗ് ടീ. രാവിലെ ഈ കിളികളുടെ സൗണ്ടും കേട്ട് പൂക്കളൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ എന്താ രസം. രാവിലത്തെ തണുപ്പിന് പുട്ടും കടലയും ബെസ്റ്റാ. കുറച്ചു നേരം കത്തിയടിച്ചിരുന്ന് 10 മണിയോട് കൂടി അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ BFO പറഞ്ഞതനുസരിച്ച് റോഡോഡെൻഡ്രോൺ മരത്തിനരികെ വണ്ടി നിർത്തി. ഇത് ചുവന്ന റോഡോഡെൻഡ്രോൺ, നേപ്പാളിന്റെ ദേശീയ പുഷ്പാട്ടോ. മീശപ്പുലിമല പോലെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ദാ ഈ വെള്ള നിറത്തിലുള്ള റോഡോഡെൻഡ്രോൺ കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായതാണെന്നാണ് BFO പറഞ്ഞത്. ഇത് കാണുന്നവർക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാട്ടോ ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നത്. താഴേക്കിറങ്ങി വഴിയിലുള്ള ഒരു സ്ട്രോബെറി ഫാമിൽ കയറി നല്ല ഫ്രഷ് സ്ട്രോബെറി ഞങ്ങൾ തന്നെ പറിച്ചെടുത്തു. പിന്നെ മരത്തക്കാളിയും സ്ട്രോബെറി ജാമും വാങ്ങി അവിടെ നിന്നിറങ്ങി. തിരിച്ചും ചെറിയ ബ്ലോക്ക് കിട്ടിയിട്ടോ. പിന്നെ മൂന്നാറിൽ നിന്ന് നല്ല ഫ്രഷ് ബ്രോക്കോളിയും ക്യാരറ്റും വാങ്ങി വീണ്ടും തിരിച്ചു. ഇതാണ് നേരത്തെ പറഞ്ഞ ചായക്കടയും എല്ലപ്പെട്ടി ഗ്രാമവും. ഇവിടെ വെച്ചാട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ഓർമ്മ പുതുക്കാനായി ഒരു മാഗിയും കഴിച്ച് സെൽഫിയും എടുത്ത് വീട്ടിലേക്ക്. അപ്പൊ ഓക്കെ, ബൈ.